എവിടെ പോവാ? കടയിൽ വരെ കുങ്കുമം മേടിക്കാന്. ഇന്നാളല്ലായിരുന്നോ ഒരു ടിന്ന് മേടിച്ചത്? ഓ ഒന്നും പറയണ്ട ചേച്ചി, അത് കൊള്ളത്തില്ല. അത് ഇട്ടപ്പോൾ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെയാ. ആ ശരിയാ, അല്ലെങ്കിലും ഇപ്പൊ കടയിൽ കിട്ടുന്ന എല്ലാം കെമിക്കൽ, അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് ആർക്കറിയാം. ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു ഉപയോഗിക്കുന്നത്. ആഹാ, വീട്ടിൽ കുങ്കുമം ഉണ്ടാക്കാൻ പറ്റുമോ? അതെങ്ങനാ? ഇവിടെ നല്ല നാടൻ മഞ്ഞപ്പൊടി ഇരിപ്പുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്? ആ ഇരിപ്പുണ്ട്. ഉണ്ടോ? ആ തൈരുണ്ടോ? ആ അതുകൊണ്ട്. എന്നാ ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പാ. ചേച്ചിക്ക് ഇതൊക്കെ അങ്ങനെ അറിയാം? തൈര് ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇടേ. അത്ര മതി. ഇത് മഞ്ഞ കളറല്ലേ ചേച്ചി? ഇതെങ്ങനെ ചുവപ്പാവോ ഇത്? ഇപ്പോൾ നോക്കിക്കോ. നമുക്കൊരു 3 സ്പൂൺ തൈര് ഒഴിക്കേ. എന്ന് വെച്ചാൽ പൊടിയുടെ ഒരു 1/4 ഭാഗത്തോളം തൈര്. ചേച്ചി ഇത് എന്തോ ചെയ്യാൻ പോവാ? ഇതിനി നല്ലതായിട്ട് മിക്സ് ചെയ്യണം, നല്ല ഞെരടി യോജിപ്പിക്കണം. ഇതാ ഇതുപോലെ നന്നായിട്ട് ഞെരടി, കട്ടയില്ലാതെ നല്ല പൊടി പൊടിയായിട്ട് നല്ല വൃത്തിക്ക് ഞെരടി എടുക്കണം. ആ ഇത് പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കൈ പരണ്ടാലും നെറ്റിക്ക് ഓടാനായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ടേ കൈക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. എന്നാ കുറച്ച് നേരം ഒന്നും ഞെരടേ. ഒരു സാധനം കൂടെ വേണം, ഞാൻ എടുത്തിട്ട് വരാം. അതെ, നമുക്കിനി നാരങ്ങയും കൊണ്ടാണ് അടുത്ത പരിപാടി. നാരങ്ങയാണ് മെയിൻ. ഇതിൻ്റെ അരി കളഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞൊഴിക്കണം. തിരുമിക്കോ നിർത്തണ്ട. ആ ഇതിന് എത്ര നാരങ്ങയൊക്കെ ഒഴിക്കണമായിരിക്കും? ഇത്രയും മഞ്ഞപ്പൊടിക്കൊരു 2 നാരങ്ങയുടെ മൊത്തം ജ്യൂസ് ഒഴിക്കേണ്ടി വരും. കെമിക്കലില്ലാത്ത ഒരു ദോഷമില്ലാത്ത സാധനമല്ലേ, അപ്പോൾ കുറച്ച് കഷ്ടപ്പെടണം. ഇതേ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. തൈര് 1/4 ഭാഗം തൈര്, പിന്നെ നാരങ്ങാ നീര് കറക്റ്റായിട്ട് വന്നെങ്കിലേ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ. ഇനി ഇതേ കുറച്ച് നേരം വെയിലത്ത് വെക്കാം, നല്ലതായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങണം. ഇതേ വെയിലത്ത് വെച്ച് നല്ല ഞെരടി ഉണക്കി എടുത്തോണ്ട് വന്നതാണേ. നോക്കി ഇപ്പം എൻ്റെ കളർ കണ്ടോ? ആ നല്ല വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് കളറായി. കളർ എന്താ ഇതൊന്ന് തൊട്ട് നോക്കി. ആ ഇത് കൊള്ളാം കേട്ടോ. ഇത് വെയിലത്ത് വെച്ച് നല്ലതായിട്ടൊന്ന് ഉണക്കി ഒന്നുകൂടെ ഒന്ന് ഞെരടി നല്ല പൊടിയാക്കിയിട്ട് പിന്നെ ഇതിനകത്തങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഒരു കെമിക്കലും ഇല്ല. ശരിയാ.